UDF കേന്ദ്രങ്ങളിലെ പൊതുവെ ഒരു പ്രതീക്ഷയിൽ നിൽക്കുകയാണ് 2026 അധികാരത്തിൽ വരുമെന്നുള്ളത്. ഒരുപക്ഷെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന കോൺഗ്രസ് MP-മാരൊക്കെ കേരളത്തിലേക്ക് തിരികെ വരാനുള്ള ഒരു ഒരുക്കത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ കേന്ദ്രത്തിൽ നിന്നിട്ട് കഥയൊന്നുമില്ല എന്ന് അവർ മനസ്സിലാക്കി. ഒരുപക്ഷെ സാറിന് ഓർമ്മയുണ്ടാകും, നമുക്ക് കുഞ്ഞാലിക്കുട്ടി 2019 ഇവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചു പോയി, മന്ത്രിയാവാൻ തന്നെ പോയതാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് കാര്യം മനസ്സിലായി. അതേ വണ്ടിക്ക് തന്നെ കുഞ്ഞാലിക്കുട്ടിക്ക് അവിടെ ചെയ്യാനില്ലാതെ മനസ്സിലായി. അതേ പോയ വണ്ടിക്ക് തന്നെ തിരികെ അടങ്ങി വരികയും ചെയ്യുന്നുള്ളതാണ്. അപ്പം ഇവിടുത്തെ കോൺഗ്രസ് ഉന്നത നേതാക്കന്മാരാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമുക്കറിയാം, അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ, കെ സുധാകരൻ, ഇങ്ങനെ നിരവധി പേരെ. ഇവരൊക്കെ MP സ്ഥാനം ഉപേക്ഷിച്ചിട്ട് MP സ്ഥാനം നിലനിർത്തിക്കൊണ്ടായിരിക്കും നിയമസഭയിൽ മത്സരിക്കുക. പക്ഷെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞ് വിജയിച്ചു കഴിഞ്ഞ് UDF അധികാരത്തിൽ വന്നാൽ ഇവരൊക്കെ മന്ത്രിമാരുമാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താനും ഉണ്ട്. ഇത് എത്രത്തോളം മുമ്പോട്ട് പോകും ഇവരുടെ? ഇതിപ്പോൾ അങ്ങ് പറഞ്ഞതല്ല, ഒരുക്കമല്ല, ചരട് വരികൾ തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസ് പാർട്ടിക്ക് അകത്തുനിന്ന് കിട്ടുന്ന ചില വിവരങ്ങൾ അനുസരിച്ചിട്ട് ഈ പറഞ്ഞ പല സീനിയർ നേതാക്കളും നിയമസഭയിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. അപ്പോൾ അതിൽ അതങ്ങനെ ഒരു സാധ്യത അവർ ഉണ്ടാക്കാൻ കാരണമെന്ന് പറയുന്നത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് കിട്ടിയ മേൽക്കൈയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വിജയം നിയമസഭയിൽ ആവർത്തിക്കും എന്നൊരു പ്രതീക്ഷ, വെറും പ്രതീക്ഷയല്ല, വളരെ ശക്തമായ പ്രതീക്ഷ UDF കേന്ദ്രങ്ങളിലുണ്ട് എന്നുള്ള വാസ്തവം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതിൽ ഒരു പണിയില്ലാതെ ഡൽഹിയിലിരുന്ന് ഭാഷ അറിയില്ല, വർത്തമാനം പറയാനും പറ്റില്ല, മന്ത്രിയാകാൻ വേണ്ടി കച്ചകെട്ടി പോയി, ഒരു നിവൃത്തിയില്ല, അവിടെ രാഹുൽ ഗാന്ധിയുടെ ഷോയും കണ്ട് അയാൾക്ക് വേണ്ടി ജയ് വിളിച്ച് പാർലമെൻറ്റ് കിടന്ന് ബഹളം ഉണ്ടാക്കാൻ മാത്രമേ ഇപ്പോൾ കേരള MP-മാരെ കൊണ്ട് പ്രയോജനമുള്ളൂ, അല്ലെ വേറെ പ്രയോജനങ്ങളൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ നോക്കുന്നത് ഇനി നേരെ നാട്ടിലേക്ക് വന്നിട്ട് ഇവിടെ മത്സരിച്ച് മന്ത്രിയാവുക, ശിഷ്ടകാലം മന്ത്രിയാവുക എന്നുള്ളതാണ് ഇവിടേക്ക് ലക്ഷ്യം. അതിൻ്റെ ഒരു സൂചന VD സതീശൻ 2 ദിവസം മുമ്പേ പറഞ്ഞിരുന്നു. VD സതീശൻ ഈ പത്രക്കാർ ചോദിച്ചപ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞത് യുവാക്കൾക്ക് നമ്മൾ വലിയ പരിഗണന കൊടുക്കും എന്നാണ് പറഞ്ഞത്. അതിനകത്തൊരു ദുസൂചനയുണ്ട് ആ പറഞ്ഞത്. ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചെല്ലാം സീനിയർ നേതാക്കളാണ്. കെ സുധാകരനായാലും ഉണ്ണിത്താനായാലും ഇവരെല്ലാം സീനിയർ നേതാക്കളാണ്. അടൂർ പ്രകാശ് ആയാലും. അപ്പോൾ നമ്മൾ യുവാക്കൾ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടൊരു മെസ്സേജ് ഈ നേതാക്കൾക്ക്, ഈ ഭൈമീ കാമുകന്മാരായ നേതാക്കന്മാർക്ക് VD സതീശൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ VD സതീശൻ്റെ കയ്യിൽ നിൽക്കുമോ എന്നുള്ള കാര്യമാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാരണം കേരളത്തിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് UDF, പ്രത്യേകിച്ച് കോൺഗ്രസ്, അധികാരമില്ലാതെ കരയിൽ പിടിച്ചിട്ട മീനിനെ പോലെ കടന്ന് വരളി പിടിക്കുക. അവർക്ക് അധികാരമില്ലാതെ ഇനിയും മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. പല കാരണങ്ങളുണ്ട്. അണികൾ ഈ പറഞ്ഞ പോലെ ചോർന്നു പോകുന്നു, പാർട്ടി പരത്താനുള്ള സമ്പത്തില്ല, പൊതുസമൂഹത്തിൽ നിന്ന് ഏതാണ്ട് ഒറ്റപ്പെട്ടു പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ UDF-നെ അലട്ടുന്നുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസിനെ. അപ്പോൾ അതുകൊണ്ട് എന്ത് വില കൊടുത്തും അധികാരത്തിൽ വരും. അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില മന്ത്രിസ്ഥാനങ്ങൾ ഉറപ്പാക്കണം. അതിൽ വളരെ പ്രധാനമായിട്ടൊരു ചരട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അടൂർ പ്രകാശാണെന്നാണ് നമുക്ക് മനസ്സിലാവും. അടൂർ പ്രകാശ് UDF-ന്റെ കൺവീനർ കൂടിയാണ്, ആ പേരും കൂടി പറയുന്നു. തീർച്ചയായിട്ടും. മാത്രമല്ല അടൂർ പ്രകാശിന് അന്ന് താല്പര്യമില്ലായിരുന്നു കേട്ടോ. ഇല്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, അത് കോൺഗ്രസ്സുകാർ തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. കോന്നിയിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയി ആറ്റിങ്ങൽ. അവസാനം എന്ത് പറ്റി? കോന്നി അവരുടെ കയ്യിൽ നിന്ന് പോയി. കോന്നി അടൂർ പ്രകാശിന്റെ സാമ്രാജ്യമായിരുന്നാണ്. കാരണം ഏത് സമയത്ത് പോയിരുന്നാലും ആളുകൾ, എല്ലാ ബന്ധപ്പെട്ട ആളുകളും സന്തോഷത്തോടെ വോട്ട് ചെയ്യിപ്പിക്കുന്ന ആളാണ്. കോന്നി മണ്ഡലം ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. നല്ല വികസനവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അടൂർ പ്രകാശിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്തൊക്കെ ചെയ്ത ആളായിരിക്കും. 2011 അല്ലേ, റവന്യൂ മന്ത്രിയായിരുന്ന സമയത്ത്. അപ്പോൾ അടൂർ പ്രകാശാണ് ഇതിലെ ഈ ഫ്രണ്ട് റണ്ണർ എന്ന് പറയുന്ന ആൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളികൾ വന്നു കഴിഞ്ഞാൽ വളരെ സീനിയർ നേതാവാണ്. ജനങ്ങളായിട്ടൊക്കെ നല്ല ഇഴയെടുപ്പുള്ള ഒരു മനുഷ്യനാണ്. എല്ലാവരും ഒത്തുചേർന്ന് പോകും. ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളായിട്ടൊക്കെ നല്ലൊരു ഒരു ബോഡി റിലേഷൻസ് ഒക്കെ ഉള്ള ഒരാളാണ്. ആ അർത്ഥത്തിൽ അദ്ദേഹം നിയമസഭ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞാൽ ഞാൻ UDF കൺവീനറാണ്, എനിക്കവിടെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ പുള്ളിക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ എക്സെപ്ഷൻ വാങ്ങിക്കാം. പിന്നൊന്ന് കെ സുധാകരനാണ്. അല്ല, അടൂർ പ്രകാശ് ഇങ്ങോട്ട് വരാൻ, അല്ല അടൂർ പ്രകാശിന് അനുമതി കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും കൊടുക്കേണ്ടി വരും. ഈ പറഞ്ഞ പേര് ആരൊക്കെ, ഇപ്പൊ കൊടിക്കുന്നിൽ സുരേഷ് എത്രയോ കാലം കൊണ്ട്
പിന്നെ എന്താണ് ഇവരുടെ MP ആയിട്ട് തുടങ്ങി. ഇത്തവണ മാവേലിക്കര മത്സരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു നിന്നതാണ്. അതെ മത്സരിക്കാൻ പറഞ്ഞതാണ്. പക്ഷെ അദ്ദേഹത്തെ നിർബന്ധിച്ച് ആ സീറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നിർബന്ധിച്ച് അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ആഗ്രഹമുണ്ട്, നാട്ടിൽ മന്ത്രിയാവണമെന്നൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ പിന്നെ ഈ പറഞ്ഞതുപോലെ കാസർഗോഡ് 2 ടൈമിൽ ആയി. ആ കാസർഗോഡ് അദ്ദേഹം വലിയ ഒരു അടുപ്പം ഉണ്ടാക്കി. അതുകൊണ്ട് കാസർഗോഡിലെ ഉദുമയിൽ നിന്ന് മത്സരിക്കാനാണ്. കാരണം വെച്ചാൽ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ പിന്നെ ചടുവരിക്കുന്നത് ലീഗിനെ ഉപയോഗിച്ചാണ്. ലീഗിനെ കൊണ്ട് കോൺഗ്രസ് സമ്മർദ്ദം ചെലുത്തിയാണ്. കാരണം കാസർഗോഡ് 2 തവണ മത്സരിച്ചോടുകൂടി ലീഗ് കേന്ദ്രങ്ങളിലും ഈ SDP ഒക്കെ വേണ്ടപ്പെട്ടവനായി മാറിയിട്ടുണ്ട് ഉണ്ണിത്താൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലീഗിനെ ഉപയോഗിച്ചുള്ള ഒരു തന്ത്രത്തിൽ, ഒരു സമ്മർദ്ദത്തിൽ കൂടെ ആയിരിക്കും ഉണ്ണിത്താൻ സീറ്റ് പിടിക്കുക. ഇങ്ങനെ ഈ പല സ്ഥലങ്ങളിലും ഈ സീനിയർ നേതാക്കൾ എങ്ങനെയെങ്കിലും എന്താണ് കേരളത്തിലേക്ക് വന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് മത്സരിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ തികച്ചും അപ്രതീക്ഷിതമായി കോൺഗ്രസിൽ നിന്ന് MP സ്ഥാനം വിട്ടുവരാൻ സാധ്യതയുള്ള ഒരാളാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ പാലക്കാട് തിരിച്ചു പോകും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പക്ഷേ സീറ്റ് കൊടുക്കാതിരിക്കാം. സീറ്റ് കൊടുത്താലും ജയിക്കുമെന്നൊരു ഉറപ്പില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ വടകര വിട്ട് വീണ്ടും പാലക്കാട്ടേക്ക് വരും. ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരു വലിയൊരു ഗ്രൂപ്പിന്റെ മുതലാളിയാണ്. ഗ്രൂപ്പ് മുതലാളിമാരാണല്ലോ കൂടുതൽ. അപ്പോൾ അതിൽ കുറച്ച് ചെറുപ്പക്കാരെയൊക്കെ സംഘടിപ്പിച്ച് കൂടെ നിർത്തുന്ന ഗ്രൂപ്പിന്റെ ഉടമയാണ് ഷാഫി പറമ്പിൽ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ നേരെ ഇങ്ങോട്ട് പോരും. വന്നു കഴിഞ്ഞാൽ മന്ത്രിയായിരിക്കാൻ പറ്റൂല. കാര്യം ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളാണ്. അയാൾക്ക് ഡിമാൻഡ് ചെയ്യുക യൂത്തിൻ്റെ ആളുമാണ്. അപ്പോൾ ആ ഡിമാൻഡ് കഴിഞ്ഞാൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ പല മണ്ഡലങ്ങളിൽ നിന്നും ആവശ്യങ്ങൾ വരുമ്പോൾ ഒഴിയാൻ പോകുന്നത് ഏതാണ്ട് 2 ഡസനോളം ലോക്സഭാ സീറ്റുകൾ ഇവർ ജയിച്ചു വരികയാണെങ്കിൽ ഒഴിയും. അവസാനം അത് കയ്യിൽ നിന്ന് പോകും. അത് കയ്യിൽ നിന്ന് പോകില്ല എന്നുള്ള രണ്ടാമത്തെ കേസ്. പക്ഷേ ഇവരിവിടെ വരുന്നതോടുകൂടി പിന്നെ ഈ ലോക്സഭാ സീറ്റുകളിലേക്കുള്ള മത്സരം അതായിരിക്കും പിന്നെ ഇവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ട് മാറും. അത് കോൺഗ്രസിനും CPM-നും വലിയ വെല്ലുവിളിയായിട്ട് മാറും. ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കവേ ഒരു എന്താണ് രാഷ്ട്രീയമായ അനുകൂല സാഹചര്യം നിൽക്കവേ എല്ലാ കാലത്തും കോൺഗ്രസ് കാണിക്കുന്ന ഒരു അബദ്ധം ഇതാണ്. കാരണം ജനങ്ങളോടൊരു പ്രതിബദ്ധതയില്ല. ആളുകൾ ഈ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടും MP എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പുറത്ത് നിയമസഭ സീറ്റ് കണ്ടിട്ട് അതിനെ രാജിവെച്ചിട്ട് ഇവിടെ വരും. നിയമസഭയിൽ ഇരിക്കുമ്പോൾ രാജിവെച്ചിട്ട് പാർലമെൻറ്റിൽ പോകും. ശരിക്കും ചെയ്യേണ്ട ചില ആളുകൾ ഇത്തരം കാര്യം തോൽപ്പിക്കണം. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. ഇപ്പോൾ 1 വർഷം പോലും ആയില്ല പിന്നെ ഷാഫി പറമ്പിൽ ജയിച്ച് പോയിട്ട് MP ആയിട്ട് വടകര വന്നിട്ട് വലിയ മത്സരം കാഴ്ചവെച്ച് പിന്നെ പുള്ളിയുടെ കഴിവുകൊണ്ട് പാർട്ടിയുടെ കഴിവുകൊണ്ട് ജയിച്ചാണ് ആ സീറ്റ് CPM പിടിച്ചെടുത്തു. അപ്പോൾ അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പില്ല കോൺഗ്രസിന്. പക്ഷെ കോൺഗ്രസിന് താല്പര്യമില്ല. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. കോൺഗ്രസിന് ഇവിടുന്ന് MP-മാരയക്കണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അവിടെ പോയിട്ട് ഇനി പുതിയ കാൻഡിഡേറ്റ് പ്രഖ്യാപിച്ചാലും അവരും ഇവരുടെ മനോഭാവമായിരിക്കും അവിടെ പോയിട്ട് എന്തെടുക്കാനാന്നുള്ളത്. 5 വർഷം കഴിഞ്ഞാൽ പെൻഷൻ കിട്ടും എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് റോളുകളൊന്നുമില്ല. ഈ ഡൽഹി കേന്ദ്രീകരിച്ച് ഇപ്പോഴും സുധാകരനും വരാൻ കച്ച കെട്ടുന്നുണ്ട്. ഉണ്ട്. സുധാകരനെ കൊടുത്തേ പറ്റുള്ളൂ. കാരണം അദ്ദേഹം മുൻ KPC പ്രസിഡന്റാണ്, വളരെ സീനിയർ നേതാവാണ്. സുധാകരനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പ്രശ്നം ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുൻഗണന കൊടുക്കേണ്ടി വരും. കാരണം ഡൽഹിയിൽ പോയി സംഭവം പറ്റില്ല. അപ്പൊ അദ്ദേഹം ഇവിടെ നിന്നോട്ടെ സീനിയർ നേതാവാണല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറ്റം സീനിയർ നേതാക്കൾ ഈ MP ആയിട്ട് നിലവിൽ പ്രവർത്തിക്കുന്നവർ നാട്ടിലേക്ക് വരാനും MLA സീറ്റ് എടുക്കാനും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് പെടാൻ പോകുന്നത് വലിയൊരു പ്രതിസന്ധിയിലായിരിക്കും. അത് മുന്നോട്ടുള്ള അവരുടെ രാഷ്ട്രീയത്തെയും വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ അവസരത്തിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.